ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 1-ലെ മൂന്നാമത്തെ ചാപ്റ്ററായ ക്രൗബോയിലെ ക്വസ്റ്റ്യൻ ആൻസറാണ്. ഇതിനു മുമ്പ് അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തു. അതേപോലെ തന്നെ നെയിംസ് ആൻഡ് നെയിംസിൻ്റെ മുഴുവൻ എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ ആൻസറും ഫുൾ ആക്ടിവിറ്റീസും കൂടാതെ ഒരു ടെസ്റ്റ് പേപ്പർ, യൂണിറ്റ് ടെസ്റ്റ് പേപ്പറിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസിക്സ് ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് ക്രൗബോയിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡിഡ് ചിബി ഹൈഡ് ഇൻ ദ സെല്ലാർ? എന്തുകൊണ്ടാണ് കലവറയിൽ ഒളിച്ചിരുന്നതെന്ന്, നിലവറയിൽ എന്തിനാണ് ഒളിച്ചിരുന്നതെന്ന്. വൈ ഡിഡ് ചിബി ഹൈഡ് ഇൻ ദ സെല്ലാർ? ചിബി ഹൈഡ് ഇൻ ദ സെല്ലാർ ബിക്കോസ് ഹി വാസ് ടു സ്കെയർഡ് ഓഫ് ഹിസ് ടീച്ചർ ടു ലേൺ എനിത്തിങ്. അപ്പോൾ അവനെന്താണ്, വളരെയധികം പേടിയായിരുന്നു, അതുകൊണ്ട് തന്നെ അവൻ ഒളിച്ചിരുന്നു. വാട്ട് ഡസ് ദ നെയിം ചിബി മീനിങ്? ചിബി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നെയിം ചിബി മീൻസ് ടൈനി ബോയ്. വൈ വാസ് ചിബി അഫ്രൈഡ് ടു ഡു ഹിസ് സ്റ്റഡി ടൈം? എന്താണ് പഠന സമയത്ത് ചിബി ഒറ്റക്കാകാൻ കാരണം എന്താണ്? ചിബി വാസ് അഫ്രൈഡ് ടു ഡു ഹിസ് സ്റ്റഡി ടൈം ബിക്കോസ് ഹി വാസ് ടു സ്കെയർഡ് ഓഫ് ഹിസ് ടീച്ചർ ആൻഡ് വാസ് അൺഎബിൾ ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതർ ചിൽഡ്രൻ. അപ്പോൾ എല്ലാവരോടും സംസാരിക്കാനും അതേപോലെ ടീച്ചേഴ്സിനൊക്കെ അവനിക്ക് പേടിയായിരുന്നു. ഇനി പേജ് നമ്പർ 26 ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് ചിബി അമ്യൂസ് ഹിംസെൽഫ് ഡ്യൂറിങ് ക്ലാസ് അവേഴ്സ്? അപ്പോൾ പഠന സമയങ്ങളിൽ ചിബി എങ്ങനെയായിരുന്നു സ്വയം അമ്യൂസ്ഡ് ആയതെന്ന്, സ്വയം രസിച്ചത് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ സ്വയം എങ്ങനെയാണ് എൻ്റർടൈൻ ചെയ്തതെന്ന്. ചിബി വുഡ് ജസ്റ്റ് സ്റ്റെയർ അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഡെസ്ക് ഫോർ എ ലോങ് ടൈം. അവൻ എന്തായിരിക്കുന്നു, ഡെസ്കിൻ്റെ അറ്റത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. സംടൈംസ് ഹി വുഡ് ലൈക്ക് ഗേസിങ് അറ്റ് ദ സീലിംഗ് ഫോർ ഹവേഴ്സ്. ചിലപ്പോൾ സീലിംഗിലേക്ക് നോക്കി നിൽക്കും. സംടൈംസ് ഹി യൂസ്ഡ് ടു ഡ്രോ ഡിസൈൻസ് ഓൺ ദ ഷർട്ട് of the boy sitting next to him. Why did everyone called Chibi slowpoke? Chibi was slow. He was scared to talk, so everyone called him slowpoke. Now, who changed the way look Chibi? Mr. Isobe changed the way looked at Chibi. Next question. How did Mr. Isobe helped Chibi feel better about himself? Mr. Isobe helped Chibi feel better by appreciating his knowledge of wild plants and displaying his drawings. Next, how did Mr. Isobe encourage Chibi? Mr. Isobe encouraged Chibi by spending time talking to him when no one was around and by displaying some of Chibi's writing on the wall, despite others being unable to read it. Next question. How did Mr. Isobe help Chibi feel better about himself? Mr. Isobe helped Chibi feel better about himself by showing appreciation for his unique abilities and providing individual attention which likely boosted Chibi's confidence. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചിബീനെ ബൂസ്റ്റപ്പ് ചെയ്തത്? അവനക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നാൻ മിസ്റ്റർ ഇസോബെ എന്തൊക്കെയാണ് ചെയ്തതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ബൈ ഷോയിങ് അപ്രിസിയേഷൻ ഫോർ ഹിസ് യുണീക്ക് എബിലിറ്റീസ്, അവനക്ക് മാത്രമായിട്ടുള്ള കുറേ എബിലിറ്റീസ് ഉണ്ടല്ലോ, അതിനെയൊക്കെ പ്രശംസിച്ചു. പിന്നെ കൂടുതൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തു. അങ്ങനെയൊക്കെ ചിബിയുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്തു. നെക്സ്റ്റ്, വാട്ട് പെർഫോമൻസ് ഡിഡ് ചിബി ഗേവ് അറ്റ് ദ ടാലൻറ്റ് ഷോ? ടാലൻറ്റ് ഷോയിൽ അവൻ എന്ത് പെർഫോമൻസാണ് ചെയ്തത്? ചിബി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് ക്രോസ് ഇൻ വാരിയസ് സിറ്റുവേഷൻസ് including newly hatched crows, mother and father crows crying early in the morning. അപ്പോൾ അവൻ എന്തൊക്കെയാണ് ചെയ്തത്? ക്രൈസ് ഓഫ് ക്രോസ്, അതായത് കാക്കകളുടെ പലതരം കരച്ചിൽ, അതായത് ന്യൂലി ഹാച്ച്ഡ് ക്രൗസ്, അതേപോലെ അതായത് അപ്പം ജനിച്ച ക്രൗസ്, അതേപോലെ അമ്മ കാക്ക, അച്ഛൻ കാക്ക, അല്ലെങ്കിൽ രാവിലെ കരയുന്ന കാക്ക, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൈസാണ് അവന് ടാലൻറ്റ് ഷോയിൽ കാണിച്ചത്. How did Chibi learn the cries of the crows? Chibi learned the cries of the crows by imitating them as a part of his daily routine, leaving home for school at dawn and returning at sunset every day for 6 long years.
അപ്പോൾ ഈ രാവിലെ സ്കൂളിലേക്ക് പോകുന്നതും പ്രഭാതത്തിൽ അതേപോലെ തിരിച്ചു വരുന്നതും ആ സമയത്തൊക്കെ അവനെ ഒബ്സർവ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ നീണ്ട 6 വർഷം അവന് ഒരേ റൂട്ടീനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അവൻ ആ ക്രൈസ് ഓഫ് ക്രോസ് ഒക്കെ പഠിച്ചത്. ഹൗ ഡു ദ അതർ ചിൽഡ്രൻ റിയാക്ട് ടു ചിബീസ് പെർഫോമൻസ്? മറ്റുള്ള കുട്ടികളുടെ റിയാക്ഷൻ എന്തായിരുന്നു? ദ അതർ ചിൽഡ്രൻ were deeply moved and cried, realizing how wrong they had been to Chibi for all those years. They gained a new appreciation for him. അപ്പോൾ അടുത്ത എല്ലാ കുട്ടികൾക്കും വളരെ വിഷമമായി. അവർ കരഞ്ഞു. എന്നിട്ട് എത്ര തെറ്റാണ് ചിബിനോട് ചെയ്തതെന്ന് അവരങ്ങനെ റിയലൈസ് ചെയ്തു. വാട്ട് new name did Chibi get after talent show? Why? Chibi got the name Cowboy. The class honored him for his perfect attendance and talent, and the name change reflected their newfound respect and admiration for him. അപ്പോൾ ചിബിയുടെ പേരെന്താക്കി മാറ്റി? ക്രൗബോയ് എന്നാക്കി മാറ്റി. എന്തുകൊണ്ടാണ് ക്രൗബോയ് എന്നാക്കി മാറ്റി? അതേപോലെ തന്നെ അവനിക്കായിരുന്നു പെർഫെക്റ്റ് അറ്റൻഡൻസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആൻഡ് ദ നെയിം ചേഞ്ച് റിഫ്ലക്റ്റഡ് ദെയർ ന്യൂ ഫൗണ്ട് റെസ്പെക്റ്റ് ആൻഡ് അഡ്മിറേഷൻ ഫോർ ഹിം. അപ്പോൾ ഈ ഒരു പുതിയ പേര് കൊടുത്തതിൽ തന്നെ അവരുടെ ആ ഒരു ആരാധനയും അവനോടുള്ള ആ റെസ്പെക്റ്റും നമുക്ക് കാണാം. ഓക്കെ, ഇനി ഇതിൻ്റെ സമ്മറി നമുക്ക് നോക്കാം. The story Cowboy is about a boy named Chibi who lived in a village in the mountains of Japan. അപ്പോൾ ചിബി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥയാണ് ഈ ക്രൗബോയ് എന്നുള്ളത്. When he started school, he was very shy and scared. അപ്പോൾ സ്കൂൾ തുടങ്ങിയപ്പോൾ അവൻ എങ്ങനെയായിരുന്നു? അവൻ വളരെ ഷൈ ആയിരുന്നു, അതേപോലെ പേടിയുള്ളവനായിരുന്നു. ഹീ വുഡ് ഹൈഡ് ആൻഡ് ഡിഡിൻ ടോക്ക് മച്ച്. അവൻ ഒളിച്ചു നിൽക്കുമായിരുന്നു, പിന്നെ ആരോടും അങ്ങനെ സംസാരിക്കില്ല. അതേഴ്സ് കിഡ്സ് കോൾഡ് ഹിം സ്ലോ പോക്ക് ബിക്കോസ് ഹീ വാസ് സ്ലോ ഇൻ ഹിസ് സ്റ്റഡീസ്. ഹി ഓഫൺ ജസ്റ്റ് ലുക്ക്ഡ് അറ്റ് ഹിസ് ഡെസ്ക് ഓർ സീലിംഗ് ഡ്യൂറിങ് ക്ലാസ്. അവൻ എല്ലാ കാര്യത്തിലും ഒരു സ്ലോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ എന്താ വിളിച്ചത്? സ്ലോ പോക്ക് എന്നായിരുന്നു വിളിച്ചത്. അതേപോലെ തന്നെ ഈ ഓഫൺ ജസ്റ്റ് ലുക്ക്ഡ് അറ്റ് ഹിസ് ഡെസ്ക് ഓർ സീലിംഗ് ഡ്യൂറിങ് ക്ലാസ്. അപ്പോൾ ക്ലാസ് ടൈമിലൊക്കെ അവൻ അങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നത്. ബട്ട് ദെൻ എ കൈൻഡ് ടീച്ചർ നെയിം മിസ്റ്റർ ഇസോബെ കെയിം അലോങ്. അങ്ങനെ ഒരു ടീച്ചർ വരികയാണ്. ഈ നോട്ടീസ്ഡ് ദാറ്റ് ചിബി വാസ് സ്പെഷ്യൽ. അപ്പോൾ മനസ്സിലായി ചിബിക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. മിസ്റ്റർ ഇസോബ് ഡിഡിൻറ്റ് ഗെറ്റ് മാഡ് അറ്റ് ചിബി ഫോർ ഹിസ് ഹാൻഡ് റൈറ്റിംഗ്. ഇൻസ്റ്റഡ് ഈ ടോക്ക്ഡ് ടു ഹിം ആൻഡ് ഹെൽപ്ഡ് ഹിം ഫീൽ ബെറ്റർ. അപ്പോൾ ഈ ചിബിയുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. അത് അവനിക്ക് തന്നെ മനസ്സിലാവുള്ളൂ. പക്ഷേ അതൊന്നും കാണിക്കാതെ he talked to him and helped him feel better. Chibi one day at the school talent show, Chibi surprised everyone. അപ്പോൾ ഒരു ദിവസം ടാലൻറ്റ് ഷോയിൽ ചിബി സർപ്രൈസ് ചെയ്യാണ് എല്ലാവരെയും. He showed him his amazing talent. He could perfectly imitate the sounds of crows from morning till night. Everyone was amazed and clapped for him. After that, they started calling him Cowboy. Okay. So, with the help of his understanding teacher, Chibi, who was once lonely, became a special boy who was liked and admired for his unique talent. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ടീച്ചർ വന്നതോടുകൂടി ഒരു സമയത്ത് ഏകാന്തനായി നിന്ന അവനൊരു സ്പെഷ്യൽ ബോയിയാണ്, എല്ലാവരാലും പ്രശംസിക്കപ്പെടുകയാണ്. ദ സ്റ്റോറി ടീച്ചസ് us that it is important to be kind and to see the special gifts in everyone. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരോടും ദയയുള്ളവരായിരിക്കണം. പിന്നെ ഓരോരുത്തർക്കും സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടാവും, എല്ലാവരുടെ ഉണ്ടാവും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കഴിവ്. അത് നമ്മൾ കാണണം. ഇനി അടുത്തത് നോക്കാം. Let us develop a story map about Chibi at school. It is an interesting way to find all the important parts of the story, like where it happens, who are in it, and what events takes place. ഇപ്പോൾ ഒരു സ്റ്റോറി മാപ്പ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇതെവിടെയാണ് നടന്നത്, ഇതിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് ഈവൻറ്റ്സ് നടന്നതെന്നൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറിയിൽ എന്താണ് നമുക്ക് എന്ത് എഴുതാം? ക്രൗബോയ് എന്ന് എഴുതാം. ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറിയിൽ നമുക്ക് എന്ത് എഴുതാം? ക്രൗബോയ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി നമുക്ക് എന്ത് കൊടുക്കാം?
ക്രൗബോയ് ആണ്. പിന്നെ ഓതറിൻ്റെ പേര് നമ്മൾ എഴുതി ടാരോ യഷിമ. ഇനി അടുത്തത് എന്താണ്, ക്യാരക്ടേഴ്സാണ് എഴുതേണ്ടത്. ഇതിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? ചിബിയാണ് ഫസ്റ്റ് ക്യാരക്ടറുടെ മെയിൻ ക്യാരക്ടർ. പിന്നെ മിസ്റ്റർ ഇസോബെ ദ ടീച്ചർ, പിന്നെ അതർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ്, അതേപോലെ അതർ ടീച്ചേഴ്സ്. ഇങ്ങനെ 4 ക്യാരക്ടേഴ്സാണ് നമ്മളിതിൽ കാണുന്നത്. അതിൽ മെയിനായിട്ട് ചിബിയും അതേപോലെ തന്നെ ടീച്ചറും ആണ് മെയിൻ ക്യാരക്ടേഴ്സ്. നെക്സ്റ്റ് നമ്മളോട് എഴുതാൻ പറഞ്ഞത് സെറ്റിങ്സ് ആണ്. എവിടെയാണ് ഇത് നടക്കുന്നത്? എ സ്കൂൾ ഇൻ എ മൗണ്ടൻ വില്ലേജ് ഇൻ ജപ്പാൻ. ജപ്പാനിലൊരു സ്കൂളിലാണ് ഇത് നടക്കുന്നത്. ദ ക്ലാസ് റൂം ഇതിൽ സെറ്റിങ്സ് ആക്കാം. പിന്നെ സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്, സെല്ലാർ ഉണ്ട്, സ്റ്റേജസ് ഓഫ് ദ ടാലൻറ്റ് ഷോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ സ്റ്റോറി വായിക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്നത്. ഇനി അടുത്തത് ബിഗിനിങ് ആണ്. അതിവിടെ തന്നിട്ടുണ്ട്. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ചിബി ഹൈഡ്സ് ബിക്കോസ് ഹീ ഫീൽസ് ഡിഫറെൻറ്റ് ആൻഡ് അലോൺ. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഫസ്റ്റ് ബിഗിനിങ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തേത് മിഡിലായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. മിഡിൽ എഴുതണം, എൻഡിങ്ങും എഴുതണം. ഇപ്പോൾ മിഡിൽ നമുക്ക് എഴുതാം. ചിബി നൗ ഇൻ 6th grade മീൻസ് മിസ്റ്റർ ഇസോബെ എ കൈൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ടീച്ചർ. Mr. Isobe sees Chibi's unique qualities and helps him. He encourages Chibi and helps him build confidence. Chibi learns to perfectly imitate various crow sounds. ഇനി എൻഡിങ് നമുക്ക് എന്ത് എഴുതാം? അറ്റ് സ്കൂൾസ് ടാലൻറ്റ് ഷോ ചിബി പെർഫോംസ് ഹിസ് അമേസിംഗ് ക്രോ ഇമിറ്റേഷൻസ് which surprises and impresses everyone. He receives thunderous applause and is no longer seen as slowpoke but as crowboy. അപ്പോൾ അറ്റ് ദ എൻഡ് ഈ ടാലൻറ്റ് ഷോയിൽ അവന് നല്ല പെർഫോമൻസ് ചെയ്യാണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് സൗണ്ട് അവൻ ഇമിറ്റേറ്റ് ചെയ്യാണ്. അത് എല്ലാവരും സർപ്രൈസ്ഡായി. എന്നിട്ട് എല്ലാവരും അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഇനി അവനെ സ്ലോ പോക്ക് എന്ന് ആരും വിളിച്ചില്ല. പിന്നെ അവനക്കൊരു പുതിയ പേരാണ് വന്നത്, ക്രൗബോയ് എന്ന്. ഗെയിനിങ് റെസ്പെക്റ്റ് ആൻഡ് അഡ്മിറേഷൻ ഫ്രം ഈസ് പിയേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പോൾ അവൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിൽ നിന്നും അതേപോലെ അവൻ്റെ പിയേഴ്സിൽ നിന്നും, അതായത് അവൻ്റെ കൂടെ പഠിക്കുന്നവരിൽ നിന്നൊക്കെ അവനിക്ക് ഭയങ്കര റെസ്പെക്റ്റും അതേപോലെ തന്നെ ആരാധനയും അവനിക്ക് കിട്ടി. ഹി ഈവൻ ഹാസ് പെർഫെക്റ്റ് അറ്റൻഡൻസ്. അവനിക്ക് നല്ലൊരു അറ്റൻഡൻസും ഉണ്ടായിരുന്നു. വാട്ട് ഡസ് ദ സ്റ്റോറി ടെൽ അസ് അബൌട്ട് ട്രീറ്റിംഗ് അതേഴ്സ് ഹു ആർ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്? എന്താണ് ഈ സ്റ്റോറി നമ്മളോട് പറയുന്നത്? അതായത് നമ്മളിൽ നിന്ന് വ്യത്യസ്തരായ ആളുകളെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് അതിനെപ്പറ്റി പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. ദ സ്റ്റോറി ടെൽസ് അസ് ദാറ്റ് വി ഷുഡ് ബി കൈൻഡ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പേഷ്യൻറ്റ് വിത്ത് പീപ്പിൾ ഹു ആർ ഡിഫറെൻറ്റ്. ഇറ്റ് ടീച്ചേഴ്സ് അസ് നോട്ട് ടു ജഡ്ജ് അതേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ ഷൈനസ് ഓർ സ്ട്രഗിൾസ് ബട്ട് ടു ലുക്ക് ഫോർ ദെയർ യുണീക്ക് ടാലൻറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ്. ഈ സ്റ്റോറി എന്താ പറയുന്നത്? വി ഷുഡ് ബി കൈൻഡ്, നമ്മൾ ദയുള്ളവരായിരിക്കണം, അതേപോലെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവരായിരിക്കണം, പിന്നെ പേഷ്യൻറ്റ് വിത്ത് പീപ്പിൾ ഹു ആർ ഡിഫറെൻ്റ് ആയിട്ടുള്ള പീപ്പിൾസായിട്ട് നമ്മൾ പേഷ്യൻ്റ് ആയിരിക്കണം. അവരെ നമ്മൾ ക്ഷമയോടെ ദയയോടെ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ് ടീച്ചേഴ്സ് ആസ് നോട്ട് ടു ജഡ്ജ് അതേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ ഷൈനസ് ഓർ സ്ട്രഗിൾ. അവരുടെ ഒരു ലജ്ജയെയോ അല്ലെങ്കിൽ അവരുടെ സ്ട്രഗിൾസിനെയോ നോക്കി നമ്മൾ ജഡ്ജ് ചെയ്യാതെ ബട്ട് ടു ലുക്ക് ഫോർ ദെയർ യുണീക്ക് ടാലൻസ്, അവരുടെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ടാലൻസോ ക്വാളിറ്റീസോ ഉണ്ടാകും, നമ്മൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബൈ ബീയിങ് സപ്പോർട്ടീവ് ആൻഡ് ആക്സെപ്റ്റിംഗ് വി ക്യാൻ ഹെൽപ്പ് അതേഴ്സ് ടു ഫീൽ ഇൻക്ലൂഡഡ് ആൻഡ് റിയലൈസ് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ ജസ്റ്റ് ആസ് മിസ്റ്റർ ഇസോബെ ഹെൽപ്ഡ് ചിബി. ഇപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളവരെ സ്വീകരിക്കുന്നു എന്നറിയുമ്പോൾ അവർക്കും അതൊരു വലിയൊരു വലിയൊരു സന്തോഷമായിരിക്കും. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള മുഴുവൻ കഴിവുകളും അവരുടെ മുഴുവൻ പൊട്ടൻഷ്യാലിറ്റികളും നമുക്ക് കാണാൻ കഴിയും. എങ്ങനെ? ജസ്റ്റ് ആസ് മിസ്റ്റർ ഇസോബെ ഹെൽപ്ഡ് ചിബി. ചിബിയെ ആര് ഹെൽപ്പ് ചെയ്ത പോലെ? ഇസോബെ ഹെൽപ്പ് ചെയ്ത പോലെ. ഇനി അടുത്തത് ഒരു താങ്ക് യു നോട്ടാണ്. ഹിയർ ഈസ് എ താങ്ക് യു നോട്ട് പ്രിപ്പയർഡ് ബൈ ചിബി ഫോർ ഹിസ് ടീച്ചർ മിസ്റ്റർ ഇസോബെ. അപ്പോൾ ഇവിടെ നല്ലൊരു കാർഡാണ്. നോക്കൂ, റെയിൻബോ ഒക്കെ വരച്ചു, താങ്ക് യു നല്ല രസത്തിൽ വരച്ചിരിക്കുന്നു. താങ്ക് യു ഫോർ ബീയിങ് ഡിയർ ടീച്ചർ, താങ്ക് യു ഫോർ ബീയിങ് എ വണ്ടർഫുൾ ടീച്ചർ ടു മീ, യു ഹെൽപ്ഡ് മീ വെൻ ഐ വാസ് സ്കെയർഡ് ആൻഡ് ലോൺലി, ഐ ആം സോ താങ്ക്ഫുൾ ഫോർ യുവർ കൈൻഡ്നസ് ആൻഡ് സപ്പോർട്ട്, ലവ് ചിബി. ഇപ്പോൾ ഒരു 2-3 സെൻറ്റൻസേ ഉള്ളൂ, പക്ഷേ നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ടല്ലേ. അതേപോലെ നമ്മളോട് വേറൊരു താങ്ക് യു നോട്ട് എഴുതാൻ പറഞ്ഞതാണ്. റൈറ്റ് എ താങ്ക് യു നോട്ട് ടു യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ ഹെൽപ്പിംഗ് യു വിത്ത് യുവർ ഇംഗ്ലീഷ് ലെസൺസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ലൊരു അടിപൊളിയായിട്ട് ഒരു ഒരു ബോക്സൊക്കെ വരച്ച് ഒരു ഫ്ലവേഴ്സൊക്കെ വരച്ച് അങ്ങനെ നല്ല രസത്തിൽ എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് താങ്ക് യു നോട്ട്
ടീച്ചർക്ക് എഴുതാനാണല്ലേ. താങ്ക് യു നോട്ട് ഫോർ യുവർ ബെസ്റ്റ് ഫ്രണ്ട്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് എഴുതാനാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ബോക്സിലൊക്കെ വരച്ച് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടിൻ്റെ പേര് ഇതാ ഡിയർ അനു എന്ന് എഴുതാം. താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് മീ വിത്ത് മൈ ഇംഗ്ലീഷ് ലെസൺസ്. ഐ റിയലി അപ്രീഷിയേറ്റ് യു ടേക്കിംഗ് ദ ടൈം ടു എക്സ്പ്ലെയിൻ തിങ്സ് ഫോർ ബീയിങ് സോ പേഷ്യൻറ്റ്. യു ഹെൽപ്പ് മെയ്ഡ് എ ബിഗ് ഡിഫറൻസ് ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്സ് മച്ച് ബെറ്റർ നോ. യു ആർ എ ഗ്രേറ്റ് ഫ്രണ്ട്. ലവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് എഴുതാം. ഇനി നമുക്ക് അടുത്ത ഒന്നും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് എ താങ്ക് യു നോട്ട് ടു എ യുവർ ട്രെയിനർ ഓർ കോച്ച് ഹു ഹെൽപ്ഡ് യു ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആർട്സ് ആൻഡ് ഫെസ്റ്റിവൽ ഓർ സ്പോർട്സ് ഇവൻറ്റ്. ഇപ്പോൾ ആർട്സ് ഫെസ്റ്റിവലിലോ സ്പോർട്സ് ഇവൻറ്റിലോ നിങ്ങളെ സഹായിച്ച ട്രെയിനർക്ക് ഒരു താങ്ക് യു നോട്ട് എഴുതാനാണ്. അത് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്യുക. ഡിയർ കോച്ച്, കോച്ചിൻ്റെ പേര് എഴുതുക. ഐ വാണ്ടഡ് ടു എക്സ്പ്രസ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഓൾ യുവർ ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ഇൻ ഹെൽപ്പിംഗ് മീ പ്രിപ്പയർ ഫോർ ദ ആർട്സ് ഫെസ്റ്റിവലിനോ അല്ലെങ്കിൽ സ്പോർട്സ് ഇവൻറ്റിൽ നിങ്ങൾക്ക് എഴുതാം. യുവർ ട്രെയിനിങ് സെഷൻസ് എൻകറേജ്മെൻറ്റ് ആൻഡ് ബിലീഫ് ഇൻ മീ റിയലി പുഷ്ഡ് മീ ടു ഡു മൈ ബെസ്റ്റ്. ഐ കുഡിൻറ്റ് ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ആൻഡ് പെർഫോംഡ് ആസ് വെൽ ആസ് ഐ ഡിഡ് വിത്ത് യുവർ ഡെഡിക്കേഷൻ. നിങ്ങളുടെ ഡെഡിക്കേഷൻ ഇല്ലെങ്കിൽ എനിക്കിത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ലവണ്ണം പെർഫോം ചെയ്യാനോ കഴിയുമായിരുന്നില്ല. താങ്ക് യു ഫോർ എവറിത്തിങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ. അപ്പോൾ താങ്ക് യു നോട്ട് എഴുതുന്ന ഫോമാറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മൾ ഫുൾ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കിനി ഒരു യൂണിറ്റ് ടെസ്റ്റ് പേപ്പർ ഇതുമായി ബന്ധപ്പെട്ട, അതായത് ക്രൗബോയിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ നമുക്ക് നോക്കാം. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. താങ്ക്